ശക്തമായ മഴയിൽ തിരുവനന്തപുരത്തെ കിള്ളിയാർ കരകവിഞ്ഞൊഴുകി. സമീപ പ്രദേശങ്ങളിലും വീടുകളിലും വെള്ളം കയറി. അരുവിക്കര ഡാം തുറന്നതിന് ശേഷമാണ് വെള്ളം ഒഴുകിയെത്തിയത്. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, ഈ അരുവിക്കര ഡാം തുറന്നുവിടുന്ന മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ. കാര്യമായി വെള്ളം ഒഴുകുകയാണോ? മഴയുടെ സാഹചര്യം എന്താണ്? എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഈ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്കിലും ഈ അരുവിക്കര ഡാം, അതായത് ഇന്നലെയും ഇന്ന് രാവിലെയുമായിട്ടുള്ള ഈ മഴയിൽ വെള്ളം കവിഞ്ഞതിനെ തുടർന്ന് ഈ അരുവിക്കര ഡാമിന്റെ 60 സെന്റിമീറ്ററോളം ഷട്ടർ ഉയർത്തി. അതിനുശേഷമാണ് ഇത്തരത്തിൽ കിള്ളിയാർ എന്ന് പറയുന്നത് കരമനയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ്. അത് കരകവിഞ്ഞൊഴുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ അവിടെ നിന്ന് വരുന്ന വെള്ളം കുത്തിയൊലിച്ച് വരികയാണ്. ഈ സമീപ പ്രദേശങ്ങളിലും, അതായത് ഈ കിള്ളിയാറിന്റെ സമീപ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ആറ് പോകുന്നതിന്റെ, ഈ കിള്ളിയാർ പോകുന്നതിന്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം ജനവാസ മേഖലയാണ്, വീടുകളാണ് ഉള്ളത്. അവിടെയെല്ലാം ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ തരത്തിലും എല്ലാ വർഷവും ഇങ്ങനെ മഴ ഉണ്ടാകുന്ന സമയത്ത് ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്നത് ഒരു പതിവാണ് എന്നുള്ളതാണ്. നിലവിൽ ഈ മഴ മാറി നിൽക്കുന്നതിനാൽ വെള്ളം കുറവാണ് എന്ന് വേണം പറയാൻ. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന വെള്ളമല്ല, ഇതിനപ്പുറത്തേക്കുള്ള വെള്ളം ഇവിടേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്നതിനപ്പുറത്തേക്കുള്ള വെള്ളം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ സമീപവാസികൾ അടക്കം ആശങ്കയിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കാണാൻ പറ്റും, ഇവിടെ ഈ സൈഡിലെല്ലാം ഇത്തരത്തിൽ വീടുകൾ ഉള്ളതാണ്. അവരൊക്കെ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്ന് ആവശ്യങ്ങളൊക്കെ പുറത്തോട്ട് പോകേണ്ട ആവശ്യം വരുന്ന സമയത്ത് ഈ വെള്ളത്തിലൂടെ നടന്ന് വേണം പോകേണ്ട ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ്. ഇത് ഈ വെള്ളം ഒഴുകിപ്പോകാൻ എങ്ങോട്ട് സ്ഥലമില്ലാത്തൊരു അവസ്ഥയാണ് എന്നുള്ളതാണ്. വെള്ളത്തിന്റെ വരവ്, അതിന്റെ ഒഴുക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇവിടെ ബണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിലും രാവിലെ ഈ മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ബണ്ട് കര കവിഞ്ഞ് അപ്പുറത്തേക്ക് വെള്ളം പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. ഈ സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. എന്തായാലും കരമനയാറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ്. വെള്ളം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, മഴ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ആ സൈഡിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആളുകൾക്ക് വലിയ തരത്തിലുള്ള ദുരിതം സമ്മാനിക്കും എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ആളുകൾ നീന്തി പോകുന്നതും നടന്നു പോകുന്നതും ഒക്കെ കാണാം. ചില ഈ ഹോസ്റ്റലുകൾ ഒക്കെ ഉണ്ട്. ഹോസ്റ്റലിൽ നിന്നൊക്കെ കുട്ടികൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. സമീപ പ്രദേശങ്ങളിൽ ധാരാളം കടകളും വീടുകളും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും സാധനങ്ങളൊക്കെ, അവരുടെ വീട്ടു സാധനങ്ങളൊക്കെ എടുത്ത് മറ്റിടങ്ങളിലേക്ക് പോകുന്നൊരു സാഹചര്യം കൂടിയാണ്. നിലവിൽ തിരുവനന്തപുരത്ത് മഴ മാറി നിൽക്കുകയാണ്. മണിക്കൂറുകളായിട്ട് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും ഇതാണ് ഈ കിള്ളിയാറിന്റെ പ്രദേശത്തുള്ള അവസ്ഥ. വേണു, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇന്ന് ഉച്ചയോടെയാണ് മഴ കനക്കും എന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം നൽകിയത്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ അൻസാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ ഷാ, ഈ മുന്നറിയിപ്പ് വൈകിയോ? വേണു, അത്തരത്തിലൊരു വിശദീകരണം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നോ ഇത്തരത്തിലൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല. എന്തായാലും ഉച്ചയോടുകൂടിയാണ്, രാവിലെ മുഴുവൻ മഴയായിരുന്നു, വലിയ നാശനഷ്ടം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഉച്ചയോടുകൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത സംസ്ഥാനത്തുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. ഒപ്പം 2 ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഇത്തരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നാളെ 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടാകും എന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഒപ്പം ഈ തീരപ്രദേശത്ത്, പ്രത്യേകിച്ച് കേരള തീരത്ത് നിന്നുള്ള മത്സ്യബന്ധനത്തിന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ മോശം കാലാവസ്ഥയ്ക്കും അതുപോലെ തന്നെ ശക്തമായ തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഇന്ന് രാത്രി 11:30 വരെ ഈ കേരള തീരത്ത് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള കടലാക്രമണത്തിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കുള്ള സാധ്യതയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മീൻ പിടിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ കടലിലേക്ക് പോയി ചെയ്യരുതെന്നുള്ള നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും അറിയിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും കാലാവസ്ഥ മോശമാകാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. വേണു, അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകി.